അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫൈസ്മയുടെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മളിത് പറയുന്നത് നമുക്കറിയാം, നമ്മളൊരുപാട് സ്വപ്നം കാണുന്ന ആളുകളാണ്. സ്വപ്നങ്ങൾക്കൊക്കെ വല്ല യാഥാർത്ഥ്യമുണ്ടോ, അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നത് പലരുടെയും സംശയമായിരിക്കും. എന്നാൽ സ്വപ്നങ്ങളെ പൂർണ്ണമായും നിസ്സാരമാക്കി തള്ളാൻ പാടില്ല. കാരണം നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ അതേ രൂപത്തിൽ തന്നെ സംഭവിച്ചതായിട്ടും പലരുടെയും അനുഭവം തന്നെ ഉണ്ട്. എനിക്ക് തന്നെ ചില അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ട സ്വപ്നങ്ങൾ അതേപടി കണ്ടതുപോലെ തന്നെ ഫലിച്ചിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അതൊക്കെ നീട്ടിവലിച്ച് പറഞ്ഞ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് പ്രവേശിക്കാം. അതായത്, പരിശുദ്ധ ഇസ്ലാമിൽ സ്വപ്നത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ചില സ്വപ്നങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് മഹാന്മാർ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹി പോലത്തെ ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ടും കാണാൻ സാധിക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ കാണാറുള്ളതാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ പാമ്പുകൾ ക്ഷുദ്രജീവികളായ അപകടകാരികളായ പാമ്പുകൾ നമ്മുടെ സ്വപ്നത്തിൽ കാണാറുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പലരും ചോദിക്കാറുമുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ തഅബീർ റുഅ്യ എന്ന് പറയുന്ന സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പാമ്പുകളുടെ വിഷയങ്ങൾ പറയുമ്പോൾ പാമ്പുകളെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഒരാൾ പാമ്പിനെ കൊല്ലുന്നതായി കിനാവ് കണ്ടാൽ തൻ്റെ ശത്രുവിനെ വകവരുത്താൻ അവന് സാധിക്കുന്നതാണ്. എന്നാൽ ഒരാൾ തന്നെ പാമ്പ് കടിച്ചതായി കിനാവ് കാണുകയാണെങ്കിൽ അയാൾക്ക് ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ ഏൽക്കേണ്ടി വരും എന്നതാണ് സൂചന. തൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിനെ സ്വപ്നം കണ്ടാൽ തൻ്റെ വീട്ടിനകത്ത് തന്നെ തനിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നാണ് സൂചന. എന്നാൽ ഒരാൾ തൻ്റെ ഗുഹ്യഭാഗത്തു നിന്നും ഒരു പാമ്പ് ഇറങ്ങിപ്പോകുന്നതായി കിനാവ് കണ്ടാൽ സ്വന്തം മക്കൾ തനിക്കെതിരിൽ പ്രവർത്തിക്കുന്നതായി പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള ഇസ്ലാമിക് വീഡിയോസിന് ഫൈസ് മീഡിയ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക.